നമ്മുടെ പ്രിയപ്പെട്ട കേരളം കുറച്ച് നാളായി വംശീയ വിദ്വേഷ പ്രചരണങ്ങളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഭീതിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും RSS ആഗ്രഹിക്കും വിധം RSS ഏൽപ്പിച്ച വിധം വംശീയ രാഷ്ട്രീയ താൽപ്പര്യത്തോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും മലപ്പുറത്തിനെതിരെയുമൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CPMൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട നേതാവ് AK ബാലൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവശ്യമുള്ള ഒരു നരേഷൻ രൂപീകരണത്തിൻ്റെ ഭാഗമായി UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നും അതോടുകൂടി കേരളത്തിൽ മാറാടുകൾ ആവർത്തിക്കപ്പെടുമെന്നും പാലക്കാട് വർഗീയ കലാപങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഗവൺമെൻറ്റാണ് അത് പിടികൂടിയത് എന്നും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാവ് AK ബാലൻ വളരെ ബോധപൂർവം നേരത്തെ തീരുമാനിച്ചുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റത്തെ വംശീയ ഉള്ളടക്കമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും മാറാട് ഓർമ്മിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. മാറാട് കലാപത്തിൽ പങ്കാളിത്തം വഹിച്ചവരെ പാർട്ടി തിരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആ പാർട്ടികളുടെ പേരിൽ ആ കലാപത്തെ, ആ സംഘർഷത്തെ നമ്മൾ രേഖപ്പെടുത്താറുമില്ല. അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച ബാലൻ്റെ പാർട്ടിയിൽ നിന്ന് 63 ആളുകൾ ആ കലാപത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളാരും പറയാറില്ല ആ കലാപത്തിന് CPM ആണ് നേതൃത്വം കൊടുത്തത് എന്ന്. RSSൻ്റെ 200-ൽ പരം ആളുകൾ പ്രതികളായിട്ടുണ്ട്. പല സംഘടനയിൽപ്പെട്ട ആളുകളും പ്രതികളായിട്ടുണ്ട്. പക്ഷേ AK ബാലൻ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് UDF ഏൽപ്പിക്കാൻ പോകുന്ന ആ പ്രസ്ഥാനത്തിലെ, ആ സംഘടനയിലെ ഒരു കുട്ടിയുടെ പേര് പോലും എവിടെയും ഇന്നേ വരെ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഉത്തരവാദപ്പെട്ട നേതാവ് വെറുതെ പറഞ്ഞതല്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ മാറാടിൻ്റെ വൃണത്തെ മാന്തിപ്പൊളിച്ച് കേരളത്തെ ഒരു വർഗീയമായ ധ്രുവീകരണത്തിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിനാവശ്യമായ ഒരു നരേഷൻ രൂപപ്പെടുത്തിയെടുത്ത് അധികാര തുടർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് LDF കൺവീനർ അത് LDFൻ്റെ നിലപാടല്ല എന്ന് പറഞ്ഞു. പാർട്ടിയുടെ സെക്രട്ടറിയും ആദ്യഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് സഖാവ് പിണറായി വിജയൻ അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട്, ബാലൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് പിണറായി വിജയൻ അതിനെ ന്യായീകരിക്കുന്നതും എതിർത്ത് പറയാതിരിക്കുന്നതുമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ മുമ്പിൽ വന്നതോടുകൂടി നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണത് എന്ന്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതോടുകൂടി പിന്നീട് നമ്മൾ കാണുന്നത് LDFൻ്റെ അകത്തുനിന്ന് പലരും
ബാലനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നു, പാർട്ടിയുടെ സെക്രട്ടറി ഉൾപ്പെടെ ബാലനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ സെക്രട്ടറിയാണോ വലുത്, അതല്ല മുഖ്യമന്ത്രിയാണോ വലുത് എന്ന് ഇപ്പോൾ CPM എന്ന് പറയുന്ന ആ പാർട്ടിയുടെ സംഘടനാ സിസ്റ്റം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല. 10 വർഷമായിട്ട് ആ സിസ്റ്റത്തിലല്ല ആ പാർട്ടി പോകുന്നത് എന്ന് ഉറച്ച ബോധ്യം നമുക്കുണ്ട്. പക്ഷേ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എങ്ങോട്ടാണ് CPM കേരളത്തെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് CPM കേരളത്തെ കൊണ്ടുപോകുന്നത്? കേരളത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, RSSും പിണറായി വിജയനും തമ്മിൽ ഒരു രഹസ്യധാരണ നിലനിൽക്കുന്നു. RSSും പിണറായി വിജയനും തമ്മിൽ, BJPയും പിണറായി വിജയനും തമ്മിൽ ഒരു ധാരണ 5 വർഷത്തോളമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ പലരും വിശദീകരിച്ചിട്ടുണ്ടാവുക. ലൗലിൻ കേസുമായി ബന്ധപ്പെട്ടും മകളുടെ എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടും CBI ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളുടെ കൈവശമുള്ള കേസ് അത് നിൽക്കുന്നിടത്തോളം കാലം ഈ മുഖ്യമന്ത്രി തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി കേരളത്തെ RSSന്റെ മുമ്പിൽ അടിയറവ് പറയും എന്ന് കുറച്ച് നാളുകളായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു വസ്തുത അവിടെ ഉള്ളപ്പോൾ തന്നെ അങ്ങനെയുള്ള RSSുമായി ആ ഒരു ധാരണ പുരോഗമിച്ച് അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ധാരണയായി വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഞാൻ പറയുകയാണ്. എന്താണ് ആ ധാരണ? ആ ധാരണ എന്ന് പറയുന്നത്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത്യാവശ്യം MP-മാരെ ഉണ്ടാക്കിക്കൊടുക്കാൻ CPM തയ്യാറാകും. CPMന്റെ അധികാര തുടർച്ച, പിണറായി വിജയന്റെ അധികാര തുടർച്ച ഉറപ്പുവരുത്താൻ BJPയും തയ്യാറാകും. എന്നെ കേൾക്കുന്ന മാധ്യമപ്രവർത്തകരോടും അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടും ഞാൻ പറയുന്നു, കേരളം ജാഗ്രതയോടുകൂടി കാത്തിരിക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ഇന്ത്യൻ ഫാഷിസം ഒരു ഭരണകൂടമായി മാറിയപ്പോൾ ആ ഭരണകൂടത്തിൻ്റെ എതിർചേരിയിലുള്ളത് രാഹുൽ ഗാന്ധിയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയെ തകർക്കുക, കേരളത്തിലും തകർക്കുക, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFനെ തകർക്കുക എന്നുള്ളത് BJPയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. അധികാര തുടർച്ച എന്നുള്ളത് പിണറായിയുടെയും രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFനെ തകർക്കാൻ വേണ്ടി BJPക്ക് 4 MLA-മാരെ കൊടുത്തുകൊണ്ട് അധികാര തുടർച്ചയുണ്ടായാൽ, അതോടുകൂടി കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്തിയാൽ, പിന്നീട് കേരളത്തിൽ ഉണ്ടാവുക മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന, അല്ലെങ്കിലും പലരും പറഞ്ഞു കഴിഞ്ഞ, പലരും എഴുതിക്കഴിഞ്ഞ ഹിന്ദുത്വ മാർക്സിസത്തെ, ആ ഹിന്ദുത്വ മാർക്സിസം നേതൃത്വം കൊടുക്കുന്ന, മൃദു ഹിന്ദുത്വമുള്ള CPM നേതൃത്വം കൊടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന LDFും, അതോടൊപ്പം തന്നെ തീവ്ര ഹിന്ദുത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയും എന്ന 2 മുന്നണിയിലേക്ക് NDA, അതേപോടൊപ്പം തന്നെ LDF എന്ന ആ ഒരു ദ്വന്ദ്വത്തിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വളരെ സമർത്ഥമായി കൊണ്ടുപോകാനുള്ള ഡീലാണ് പിണറായി വിജയനും RSSനും ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അത് അവരുടെ കുടുംബക്കാര്യം മാത്രമല്ല, അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാര്യമായി ആ ധാരണ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിട്ട് നമ്മൾ മാറണം, ജാഗ്രതയുള്ളവരായിട്ട് മാറണം. എല്ലാ സന്ദർഭങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നവർ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയാണ് വിദ്വേഷ പ്രചരണം നടത്തുന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മതനിരപേക്ഷ സമൂഹത്തിന് മാത്രമല്ല, യഥാർത്ഥത്തിൽ CPMന്റെ അകത്ത് തന്നെ അടിമത്വം, CPMന്റെ അകത്ത് തന്നെ
നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ, സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ, തങ്ങളുടെ പാർട്ടിയുടെ ചരിത്രം അറിയുന്നവർ, തങ്ങളുടെ സിദ്ധാന്തം അറിയുന്നവർ വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു ജമാഅത്തെ ഇസ്ലാമി പ്രശ്നമല്ല. ഇത് വർഗീയ വിദ്വേഷം, മുസ്ലിങ്ങൾക്കെതിരെ RSS ആരംഭിച്ചു വെച്ച വെറുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലുള്ള ഏറ്റെടുക്കലാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. എതിർ മുന്നണി കേരളത്തിൽ LDF UDF തമ്മിലാണ് മത്സരം. ആ എതിർ മുന്നണിയെ ആദ്യം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൈശാചികവൽക്കരിക്കുക, പൈശാചികവൽക്കരിക്കപ്പെട്ട ഭീകരവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളെ ഇസ്ലാമിനെയും തങ്ങളുടെ എതിർചേരിയായ UDF ആരോപിക്കുക. എന്നിട്ട് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയെടുത്ത സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തി UDF പരാജയപ്പെടുത്തി അധികാര തുടർച്ച നേടുക. ഇത് തന്നെയാണ് BJPയുടെയും ലക്ഷ്യം. BJPയുടെയും RSSന്റെയും CPMന്റെയും ലക്ഷ്യം ഒന്നായി തീരുന്നിടത്താണ് ഇന്ന് കേരളമുള്ളത്, ഒന്നായി തീരുന്നിടത്താണ് ഇന്ന് ഇടതുപക്ഷ CPM ഉള്ളത് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ജമാഅത്ത് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നരേന്ദ്രമോദി 2024 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞത്, പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞത്, ഇന്ത്യ മുന്നണി ഇന്ത്യ ജമാഅത്താണ് എന്ന് മോദി പ്രതിപക്ഷത്തെ ആരോപിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് മത അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുകയായിരിക്കും. ഇന്ത്യ മുന്നണി ജയിച്ചാൽ സ്ത്രീകളുടെ കൈവശമുള്ള സ്വർണം, മംഗളസൂത്രം പിടിച്ചെടുത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് കൊടുക്കും എന്ന് നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തിയത് തന്നെയാണ് CPMന്റെ നേതാവ് ബാലനും ഓർമ്മപ്പെടുത്തിയത്. നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തിയ വംശീയമായ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ AK ബാലനും ഓർമ്മപ്പെടുത്തിയത്. AK ബാലനും അതാണ് ഓർമ്മപ്പെടുത്തിയത്. നോക്കൂ, ഗുജറാത്ത് 2017 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും എന്നായിരുന്നു BJPയുടെ ക്യാമ്പയിൻ. മുസ്ലിങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞ ഭയപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളത് ഇന്ത്യയിലെ RSS രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ ലോകതലത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ രൂപപ്പെടുത്തിയ USSRന്റെ പതനത്തിന് ശേഷം മുസ്ലിങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ രൂപപ്പെടുത്ത ഭീതിയുടെ, ഇസ്ലാമോഫോബിയയുടെ ആ സാധ്യതകൾ തന്നെയാണ് RSSനെ പോലെ കേരളത്തിലും യഥാർത്ഥത്തിൽ CPM ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഒരിടതുപക്ഷ പ്രസ്ഥാനം, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ നേരത്തെ തന്നെ ഇതുപോലെയുള്ള നരേഷനുകൾ കേരളത്തിൽ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന് 2020 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലക്ക് അവർ ഉണ്ടാക്കിയ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നരേഷനായിരുന്നു കേരളം ഭരിക്കാൻ പോകുന്നതിനെ കുറിച്ച്, UDFനെ കുറിച്ച് ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി അമീർ നേരത്തെ ഒന്ന് നടത്തിയിരുന്നു. UDFനെ കുറിച്ച് അത് കുഞ്ഞുമാണി കുഞ്ഞാപ്പ എന്നായിരുന്നു. അങ്ങനൊരു നരേഷൻ കൊടുക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? UDF എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്ന ഒരു ടീമാണ് എന്നാണ്. കുഞ്ഞുമാണി കുഞ്ഞാപ്പ. അതിൽ നേതൃത്വം കൊടുക്കുന്ന രമേശ് ചെന്നിത്തലയില്ല, അവിടുന്ന് അങ്ങോട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനില്ല, VD സതീശനില്ല. ഇവരൊന്നുമില്ലാത്ത ഒരു UDFനെ കുറിച്ച് എന്തിനാണ് അന്ന് പറഞ്ഞത്? അന്ന് CPM ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമുള്ള UDF, അതുകൊണ്ട് അവരല്ലാത്ത ഹിന്ദുക്കളൊക്കെയും LDFന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. LDF എന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദു മുന്നണിയാണ് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മതേതര വോട്ട് ബാങ്കിനെ വളരെ കൃത്യമായി, വർഗീയമായി, വംശീയമായി വിഭജിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അത്. പിന്നീട് നടന്ന ഇലക്ഷനിലാണ് RSS മാറുന്നതിനനുസരിച്ച് അവർ മാറുക.
RSS വ്യൂർ അവർ നാഷണൽഹുഡ് ഡിഫൈനിലൂടെയും ബെഞ്ച് ഓഫ് തോട്ടിലൂടെയും പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടേണ്ടവരായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. പക്ഷെ RSS ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്ക് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ അവർ സ്വീകരിച്ചൊരു നിലപാടായിരുന്നു മുസ്ലിങ്ങളും അല്ലാത്തവരും എന്ന്. മുസ്ലിങ്ങളും അല്ലാത്തവരുമെന്ന RSSന്റെ നിലപാടിലേക്ക് CPM കൂടി വരുമ്പോഴാണ് അങ്ങനെ കുഞ്ഞുമാണി കുഞ്ഞാപ്പ മാറിയിട്ട് അസൻ കുഞ്ഞാലിക്കുട്ടി അമീർ വരുന്നത്. പിന്നെയുള്ള UDFൽ ഉമ്മൻചാണ്ടി വരെ ഇല്ല. അന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മൻചാണ്ടി വരെ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? RSSന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടി അവരുടെ വോട്ട് ബാങ്കാക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇസ്ലാമോഫോബിയ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ അപരവൽക്കരിച്ചും പൈശാചികവൽക്കരിച്ചും ഇത്തരമൊരു ലൈൻ അവർ സ്വീകരിച്ചപ്പോൾ അതേ ലൈൻ തന്നെ RSSന്റെ അതേ ലൈൻ തന്നെ കേരളത്തിൽ CPM സ്വീകരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം, എനിക്കിത് പറയുമ്പോൾ വല്ലാത്തൊരു വേദനയുണ്ട്. RSSനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ CPMനെ കുറിച്ചും പറയാൻ പറ്റുക എന്നുള്ളതാണ്. അമിത്ഷായെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയനെ കുറിച്ചും പറയേണ്ടി വരിക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓർക്കണം, നമ്മുടെ കേരളത്തിൽ ഇന്ന് അമിത്ഷാ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴാണ് ആ പ്രസംഗത്തിൻ്റെ ഒരു സംഗതി വന്നിട്ടുണ്ട്. അതെന്താണെന്നോ, അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്. കേരളത്തില് മുസ്ലിം സംഘടനകളുടെ പേരെടുത്തു പറഞ്ഞിട്ട് അമിത്ഷാ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്നത്തെ പ്രഭാഷണമാണ്, അതിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ മുസ്ലിം സംഘടനകളിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചെടുക്കാൻ LDFന് കഴിയുമോ, UDFന് കഴിയുമോ എന്ന് അമിത്ഷാ ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആരുണ്ടാക്കി കൊടുത്തതാണ്? സാക്ഷാൽ പിണറായി വിജയൻ. അതുമാത്രമല്ലല്ലോ, ബാലന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഈ വിഷയം വെച്ചുകൊണ്ട് മാറാടിൻ്റെ ആ വ്രണങ്ങളെ അത് മാന്തിപ്പൊളിക്കുന്ന ഒരു ക്യാമ്പയിന് വേണ്ടി 100 ദിവസത്തെ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നു എന്നാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. ഒരു 100 ദിവസത്തെ ക്യാമ്പയിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കണം, പിണറായി വിജയനും അമിത്ഷായും ഒക്കെ പറയുന്നത് ഒരേ കാര്യങ്ങളായി തീരുന്നു എന്നുള്ളത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. എന്നാൽ സഖാവ് പിണറായി വിജയൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെയും നടന്നു പ്രസംഗിച്ചത് മുഴുവനും ഈ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അദ്ദേഹം ബൈ ഇലക്ഷനിലൊക്കെ നടന്നത്, ഈ പഞ്ചായത്ത് ഇലക്ഷനിലും അത് തന്നെയാണ് നടത്തിയത്. എല്ലായിടത്തും നടത്തിയത് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പത്രസമ്മേളനം നടത്തി പത്രക്കാരോട് പിണറായി വിജയൻ നടത്തിയിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും എന്തേ പിണറായി പരാജയപ്പെട്ടു പോയത്? പിണറായിയുടെ പാർട്ടി പരാജയപ്പെട്ടു പോയത്? സഖാവ് പിണറായി വിജയൻ ഇതിലൊക്കെ പരാജയപ്പെട്ടിട്ടും ഇപ്പോഴും ബാലന്റെ സ്റ്റേറ്റ്മെന്റ് എൻഡോസ് ചെയ്യുന്നത് എന്തുകൊണ്ട്? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അങ്ങനെയുള്ളൊരു നിലപാടെടുത്തു പോകാൻ നിർബന്ധിക്കപ്പെടും വിധം RSSന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞ് കേരള രാഷ്ട്രീയത്തെ അങ്ങനെ പകുത്തെടുക്കാൻ വേണ്ടി പിണറായി വിജയനും RSSും മുസ്ലിം വിദ്വേഷ രാഷ്ട്രീയത്തിലൂടെ പകുത്തെടുക്കാനുള്ള ഗൂഢാലോചനയാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അതിനാ പാർട്ടി മാത്രമല്ല വില കൊടുക്കേണ്ടി വരിക, നമ്മുടെ കേരളം മുഴുവൻ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സഖാവ് പിണറായി വിജയനോട് നമുക്ക് നൽകാനുള്ളൊരു താക്കീത്, പിണറായി വിജയനും അമിത്ഷായും കേരളത്തിൽ എത്ര തന്നെ വിദ്വേഷ പ്രചരണത്തിന് നേതൃത്വം കൊടുത്താലും അതിനെ തടഞ്ഞു നിർത്താൻ മാത്രം ഏതൊരു സമുദായത്തിന് നേരെയാണോ നിങ്ങൾ വംശീയ വിദ്വേഷം നടത്തുന്നത്, ആ സമുദായം ഇന്ന് ഉണർന്നിരിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അവർക്ക് രാഷ്ട്രീയം അറിയാം, അവർക്ക് കേരളത്തെ അറിയാം, കേരളത്തിലെ വിവിധ മതസമൂഹങ്ങളെ അറിയാം, കേരളത്തിലെ വംശീയതയെ അറിയാം, ജാതി സിസ്റ്റത്തെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് നവോത്ഥാനത്തെക്കുറിച്ച് അറിയാം, സാഹോദര്യ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീയ വംശീയ രാഷ്ട്രീയത്തെ അവർ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ ഒരു സംഘത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു ദൗത്യമാണ് ഫ്രട്ടേണിറ്റിയും വെൽഫെയർ പാർട്ടിയും ഇവിടെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന കാര്യമാണ്. നിങ്ങൾ ഓർക്കണം,
ഇവിടെ വിദേശ പ്രചരണത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷം അതിൻ്റെ ഒരു കണക്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു കണക്ക് ഏകദേശം വർഗീയ വിദേശ പ്രചരണം നടത്തിയ 61 സ്റ്റേറ്റ്മെന്റ് ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി മുതൽ വിജയരാഘവൻ മുതൽ അങ്ങനെ ഏതൊക്കെ സഖാക്കളുണ്ടോ ആ പി ജയരാജൻ ഉൾപ്പെടെയുള്ള അങ്ങനെ തുടങ്ങിയിട്ട് CPM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഏതെങ്കിലും വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു സഖാവ് പറഞ്ഞതല്ല. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ നടത്തിയ 1 ഡസനിലധികം സ്റ്റേറ്റ്മെന്റും അവരുടെ പിന്തുണയോടുകൂടി അധികാര പിൻബലത്തിൽ അതേപോലെ തന്നെ അധികാര പിൻബലത്തിൽ നടത്തിയിട്ടുള്ള ഒട്ടനവധി മറ്റ് സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ പിണറായിയെ വെല്ലുവിളിക്കുകയാണ്, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ വർഗീയത ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടന, ജമാഅത്ത് പോട്ടെ, ജമാഅത്ത് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മതസംഘടന, എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും, ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു മതനേതാവിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ ഇടപെടലുകളിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും സാമൂഹ്യ വിഭാഗത്തിനെതിരെ ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് സഖാവ് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നതോടൊപ്പം ഈ കേരളത്തിലെ മനുഷ്യർക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കുന്ന സംഘർഷങ്ങളിലേക്കും സംഘടനകളിലേക്കും വർഗീയ സംഘർഷങ്ങളിലേക്കും കേരളത്തെ കൊണ്ടെത്തിക്കുന്ന 1 ഡസനിലധികം സ്റ്റേറ്റ്മെന്റ് സഖാവ് പിണറായി വിജയൻ്റെതുൾപ്പെടെ ഞങ്ങൾക്ക് കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇതൊക്കെ കേരളം മനസ്സിലാക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി അമീർ കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളാണ് എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മുസ്ലിം ഭീതിയും ഇസ്ലാമോഫോബിയയും പ്രചരിപ്പിക്കുമ്പോൾ അതൊരു സംഘടനയെ മറയാക്കിക്കൊണ്ട് നടത്തിയാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നിങ്ങൾ തിരിച്ചറിയുന്ന ജനതയാണ് ഇന്ന് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കേരളത്തെക്കുറിച്ച് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മതേതര കേരളത്തിന് വംശീയ രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് വേണ്ട പോലെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല? UDF-ഉം LDF-ഉം ആണല്ലോ കേരളത്തിലെ 2 മുന്നണികൾ. ആ 2 മുന്നണികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ആ മുന്നണികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വംശീയ രാഷ്ട്രീയത്തെ അവർ അഡ്രസ് ചെയ്തിട്ടില്ല. അവർ ഒരിക്കലും തന്നെ കൾച്ചറൽ ഫാഷിസത്തെ അഡ്രസ് ചെയ്തിട്ടില്ല. അവർ അഡ്രസ് ചെയ്തത് മുഴുവനും രാഷ്ട്രീയ ഫാഷിസത്തെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താക്കുക, BJP-യെ പുറത്താക്കുക എന്നൊരു അജണ്ടയിൽ മാത്രമായിരുന്നു അവർ പോയത്. സാംസ്കാരിക ഫാഷിസത്തെ അഭിമുഖീകരിക്കാത്തവർക്ക് ഇന്ത്യൻ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെയാണ് തമിഴ്നാട് നമ്മുടെ മുമ്പിൽ വരുന്നത്. എന്താണ് തമിഴ്നാടിന് RSS-ന്റെ വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി? ദ്രാവിഡ പ്രസ്ഥാനങ്ങളാണ്, ദ്രാവിഡ സംസ്കാരത്തിലാണ് ആ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ സൃഷ്ടിക്കപ്പെട്ടത്. EV രാമസ്വാമി അഥവാ പെരിയാർ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ, ആ ആശയങ്ങളിൽ സ്ഥാപിതമായ ഒരു രാഷ്ട്രീയവും ഒരു സംസ്കാരവും തീർച്ചയായിട്ടും തമിഴ്നാടിനുണ്ട്. ബ്രാഹ്മണ്യ മേധാവിത്വത്തിനും ജാതീയമായ വേർതിരിവുകൾക്കും എതിരെ നിലകൊള്ളാനും RSS-ന്റെ വംശീയ രാഷ്ട്രീയം തീർച്ചയായിട്ടും ദ്രാവിഡ സംസ്കാരത്തെയാണ് തകർക്കുക എന്ന തിരിച്ചറിവും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തിലുള്ളത് കൊണ്ട് RSS-ന്റെ വംശീയ രാഷ്ട്രീയത്തിന് അത്ര വേഗം തമിഴ്നാട്ടിലേക്ക് പ്രവേശനമില്ല. അങ്ങനെയാണോ LDF-ഉം UDF-ഉം? അത് സാംസ്കാരിക ഫാഷിസത്തെ നിങ്ങൾ അഡ്രസ് ചെയ്തോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഭൂപരിഷ്കരണം ഉണ്ടായി. എന്തായിരുന്നു ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഇവരുടെ നിലപാട്? ഇവിടെ ഭൂപരിഷ്കരണം ഉണ്ടായി. ഭൂപരിഷ്കരണം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ചരിത്രപരമായ കാരണത്താൽ, ജാതി നിയമത്താൽ, സനാതന ധർമ്മം കാരണം ഇവിടെയുള്ള പട്ടികജാതിക്കാർക്ക്, ഇവിടെയുള്ള ദലിത് സമൂഹത്തിന് ഉടമാവകാശം പണം കൊടുത്തു പോലും വാങ്ങാൻ പാടില്ലാത്ത വിധം ഭൂവുടമാവകാശം നിഷേധിക്കപ്പെട്ട ആ ജനത ഭൂപരിഷ്കരണത്തിൽ പുറത്തു നിർത്തപ്പെടുകയും വരമ്പത്ത് നിൽക്കുന്നവർക്ക് ഭൂമി കിട്ടുകയും ചെയ്തത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ജാതി നിയമമനുസരിച്ച് അവർക്ക് ഭൂവുടമാവകാശം പാടില്ല. ഭൂപരിഷ്കരണത്തിൽ പോലും ഈ ജാതി നിയമത്തെ അഡ്രസ് ചെയ്യാതെ, തിരുത്താതെ സവർണ മേധാവിത്വത്തിന്റെ അടയാളങ്ങളും നിറങ്ങളും പേറുന്നതാണ് കേരളത്തിന്റെ മതേതരത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജാതി നിയമത്തെ
തൊട്ട് കളിക്കാതെ സംരക്ഷിച്ചുകൊണ്ടാണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. ഇപ്പം നിങ്ങൾ ആലോചിക്കാം, എല്ലാ ഉദ്യോഗങ്ങളിലും അധികാരങ്ങളിലും പൊതുമണ്ഡലങ്ങളിലും എല്ലായിടത്തും എത്താൻ അർഹതയുള്ളത് സവർണർക്ക് മാത്രമാണ്. അവർണരും പ്രത്യേകിച്ചും പട്ടികജാതിക്കാരൊക്കെ അവരൊക്കെ യഥാർത്ഥത്തിൽ മുജ്ജന്മപാപം കൊണ്ട് അടിമകളെപ്പോലെ പാടത്ത് ചേറല് പണിയെടുത്താൽ മതി, പഠിക്കാനും ഉദ്യോഗത്തിനും അധികാരത്തിനും വരേണ്ടതില്ല എന്നൊരു അടിസ്ഥാനമായ വംശീയതയിൽ നിന്നുകൊണ്ടാണ് RSS സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് സംസാരിച്ചതും സവർണരിലെ സമ്പത്തില്ലാത്ത ദരിദ്രർക്ക് വേണ്ടി ആ സംവരണത്തെ സാമൂഹ്യ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള സംവരണം എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയത്തെ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സവർണരിലെ പ്രയാസപ്പെടുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ് EWS കൊണ്ടുവന്നല്ലോ RSS അതിനെക്കുറിച്ച് ചർച്ച ആരംഭിച്ചിട്ടുള്ളൂ. ആ ചർച്ച പൂർത്തീകരിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട് ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമമായി തീരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ ദേവസ്വം ബോർഡ് നിയമനത്തിൽ, നമ്മൾ ഓർക്കണം, ദേവസ്വം ബോർഡ് നിയമനത്തിൽ സവർണ സംവരണം കൊണ്ടുവന്നു ഈ ഇടതുപക്ഷ ഗവൺമെന്റ്. ആ സവർണ സംവരണം കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, BJPയെ വെല്ലുവിളിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ഉണ്ടല്ലോ, അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി? BJPക്ക് സാധിക്കുമോ, BJPക്ക് കഴിയുമോ സവർണ സംവരണം കൊണ്ടുവരാൻ, EWS കൊണ്ടുവരാൻ? ഞാൻ BJPയെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെയായിരുന്നു CPMന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ വെല്ലുവിളി. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് ഭൂപരിഷ്കരണത്തിൽ യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഭൂമി നിഷേധിച്ചവനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മതേതരത്വമുണ്ടല്ലോ, അതേപോലെ തന്നെ സവർണ സംവരണത്തെ നടപ്പിലാക്കുന്ന മതേതരത്വമുണ്ടല്ലോ. ആ മതേതരത്തിന് LDFും UDFും ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന് വംശീയ രാഷ്ട്രീയത്തെ, RSSന്റെ വംശീയതയെ പ്രതിരോധിക്കാൻ സാധ്യമല്ല. അവിടെയാണ് ഞങ്ങളൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞല്ലോ, ആ ദ്രാവിഡ സംസ്കാരത്തിൽ കെട്ടിപ്പടുത്ത രാഷ്ട്രീയത്തിന്റെ അകത്തേക്ക് RSSന് കഴിയില്ല. എന്നാൽ ഞങ്ങൾ പറയുന്നു, കേരളത്തിൽ നമുക്കൊരു ചരിത്രമുണ്ട്, നവോത്ഥാനത്തിന്റെ ചരിത്രം. ജാതീയതക്കെതിരെ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉദ്യോഗത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി നടന്ന സമരം. അത് അയ്യങ്കാളി മുതൽ അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ, അതേപോലെ തന്നെ മമ്പുറം അലവിത്തങ്ങൾ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇവിടെയുള്ള മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി കല്ലുമാല സമരം നമുക്കറിയാം, വില്ലുവണ്ടി സമരം, അതേപോലെ തന്നെ ജന്മിത്വത്തിനെതിരെ, ഒപ്പം തന്നെ മാറുമറക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി മമ്പുറം അലവിത്തങ്ങൾ ഉൾപ്പെടെ നടത്തിയ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഒരു പാരമ്പര്യം നമ്മുടെ കേരളത്തിനുണ്ട്. ആ നവോത്ഥാനത്തിന്റെ അകത്ത് ഈ RSSന്റെ വംശീയതയെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള അതിശക്തമായ ഒരാശയമുണ്ട്. ആ ആശയത്തിലാണ് ഞങ്ങളുള്ളത്. ആ ആശയത്തിന് മാത്രമേ കേരളത്തിലെ വംശീയതയെ തോൽപ്പിക്കാൻ കഴിയൂ. സാംസ്കാരിക ഫാഷിസത്തെ നേരിടാതെ വംശീയതയുടെ, സവർണതയുടെ അടയാളങ്ങളും ചിഹ്നങ്ങളും വർണ്ണങ്ങളും മതേതരമെന്ന് വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആ മതേതര കൂട്ടായ്മകളുടെ ദൗർബല്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ആ ദൗർബല്യമാണ് ഇപ്പോൾ CPMലൂടെ കണ്ടു തുടങ്ങിയത്. സാംസ്കാരിക ഫാഷിസത്തെ അഡ്രസ് ചെയ്യാതെ രാഷ്ട്രീയ ഫാഷിസത്തെ അഡ്രസ് ചെയ്തവർ ഇപ്പോൾ കേരളത്തിൽ CPM രാഷ്ട്രീയ ഫാഷിസത്തെയും ആന്തരികവൽക്കരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിയും ഫ്രട്ടേണിറ്റിയും ഒക്കെ നല്ല ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന്, ആ ചരിത്രത്തിലുണ്ടായൊരു സ്പാർക്കുണ്ട്, അതിൽ നിന്ന് പന്തം കൊളുത്തിയിട്ടാണ്, ആ പന്തം കൊളുത്തിയിട്ട് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വംശീയ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ തിരികൊളുത്തും. വെൽഫെയർ പാർട്ടി അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയുടെ പേരിന് ഫ്രട്ടേണിറ്റിയാണ്, വെറുതെ ഇട്ടതൊന്നുമല്ല അത്. കാരണം വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ സൗഹാർദ്ദത്തിനൊന്നും കഴിയില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ അതിൽ സാമൂഹ്യനീതി ഉള്ളടക്കം ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് വംശീയതയെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ സവർണതയുടെ വർണ്ണങ്ങളാണ് എടുത്തണിയുന്നതെങ്കിലോ അത് പരാജയപ്പെട്ടും ആ പരാജയമാണ് പലപ്പോഴും സെക്യുലർ പാർട്ടികൾ മൃദു ഹിന്ദുത്വത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം. ഞങ്ങൾ പറയുന്നു, ഈ മഹാന്മാരായ നവോത്ഥാന നായകന്മാർ ഉയർത്തിപ്പിടിച്ച ആ രാഷ്ട്രീയം, സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം, ആ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പാരമ്പര്യത്തെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പാരമ്പര്യത്തെ വീണ്ടെടുത്തിട്ടല്ലാതെ ഒരിക്കലും തന്നെ ഇന്ത്യയിൽ ഈ വർഗീയ ഫാഷിസത്തെ, വംശീയ രാഷ്ട്രീയത്തെ നമുക്ക് പ്രതിരോധിക്കുവാൻ ഒരിക്കലും തന്നെ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ
ഏത് സാംസ്കാരിക ഫാഷിസത്തെയും രാഷ്ട്രീയ ഫാഷിസത്തെയും ഒരുപോലെ നേരിടുകയും ആ നേരിടലിന് നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വർഗീയ ഫാഷിസത്തിൻ്റെ ആശയങ്ങളെ നേരിടാതെ അതിനെ ആന്തരികവൽക്കരിക്കുന്ന CPM-നും അതിൻ്റെ നേതാക്കളോടും ഞങ്ങൾക്കുള്ള താക്കീത്, നിങ്ങൾ എത്ര തന്നെ ആക്ഷേപിച്ചാലും, നിങ്ങൾ എത്ര തന്നെ കുറ്റപ്പെടുത്തിയാലും, എത്ര തന്നെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാലും, 1% വോട്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കും. ഈ കേരളത്തിൻ്റെ സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഈ കൊച്ചു സംഘം മുന്നോട്ട് പോകും. ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തകർന്ന് വീഴുന്നതേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ദുർബലമായ ആശയങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.